നമസ്കാരം. നമ്മളിന്ന് ബികോം കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന കുഞ്ഞാമൻ്റെ എതിര് എന്ന ആത്മകഥയിലെ ഒരു പാഠഭാഗമാണ്. ഒന്നാമത്തെ ഒരു അധ്യായമാണ് നമ്മൾ വായിക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ അതിൻ്റെ സമ്മറി പറഞ്ഞുതരാം എന്നാണ് വിചാരിക്കുന്നത്. പാഠം നിങ്ങൾ എന്തായാലും വായിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ തൊടുന്ന ഒരു അധ്യായമാണത്. ആത്മകഥയാണ്, ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നുള്ളത്. അപ്പോൾ ആത്മകഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എന്താണ് ആത്മകഥ എന്ന് പറയുന്നത്? പലപ്പോഴും ചോദ്യം കാണുന്നതാണ്. ആത്മകഥയും അതുപോലെ തന്നെ ജീവചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്. ആത്മകഥ എന്ന് പറയുന്നത് അവനവൻ്റെ ജീവിതത്തെ അവനവൻ തന്നെ എഴുതുന്നതിനാണ് ആത്മകഥ എന്ന് പറയുന്നത്. എന്നാൽ അത് മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മളതിനെ ജീവചരിത്രം എന്ന് പറയുന്നത്. അറിയാമല്ലോ. അപ്പോൾ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പറ്റുന്നവരൊക്കെ എതിരെ എന്ന ആത്മകഥ വായിക്കാൻ ശ്രമിക്കണേ. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കുറേ കറകളെ, ജാതീയമായ ചിന്തകളൊക്കെ കഴുകിക്കളയാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ എം കുഞ്ഞാമൻ എന്ന് പറയുന്ന ലേഖകൻ ആരാണെന്ന് നോക്കാം. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനാംകുറിശ്ശിയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന്, നിങ്ങളൊക്കെ പഠിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ, എക്കണോമിക്സിൽ 1ാം റാങ്കോടെ MA പാസ്സായ ആളാണ്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് ശേഷം 1ാം റാങ്ക് ലഭിച്ച ആദ്യത്തെ ദളിത് വിദ്യാർത്ഥിയാണ് എം കുഞ്ഞാമൻ. പിന്നെ അദ്ദേഹം തിരുവനന്തപുരം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ PhDക്ക് ചേർന്നു. കേരളത്തിലെ തെക്കൻ വടക്കൻ ജില്ലകളിലെ ആദിവാസി ജീവിതത്തെക്കുറിച്ചുള്ള താരതമ്യ പഠനം എന്നതായിരുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച PhDൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് അദ്ദേഹം കേരള സർവകലാശാലയിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായിരുന്നു. പിന്നെ 27 വർഷം വരെ കാര്യവട്ടം ക്യാമ്പസിൽ അധ്യാപകനായിരുന്നു. കേരള സർവകലാശാലയിൽ പ്രൊഫസറായിരിക്കെ ആ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹം 2006 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, TISS എന്ന് കേട്ടിട്ടുണ്ടാകും, TISSലെ പ്രൊഫസറായി ചേർന്നു. പിന്നെ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം 4 വർഷം കൂടി അവിടെ പ്രൊഫസറായി തുടർന്നിരുന്നു. അത്രയും പ്രഗത്ഭനായ ഒരാളായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിലെ, സാമ്പത്തിക എക്കണോമിക്സിലെ നല്ലൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും വളരെ മികച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 2021 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എതിരെന്നിട്ടൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എതിരിന് ലഭിച്ചെങ്കിലും അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് കാരണം പറഞ്ഞത്, എതിരെ എഴുതി ഇത്രയും വർഷമായിട്ടും അതിന് താൻ എഴുതി തൻ്റെ ആത്മകഥ എല്ലാവരും വായിച്ചതിനപ്പുറം അത് വലിയ ചലനങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥയിലോ മാറ്റം കൊണ്ടുവന്നില്ല എന്നതായിരുന്നു അദ്ദേഹം കാരണം പറഞ്ഞിട്ടാണ് നിരസിച്ചത് കേട്ടോ. പിന്നെ നമുക്കിതിന് ഏതായാലും പാഠം നോക്കിയാലോ, പാഠഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കിയാലോ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല, എന്നാൽ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി, സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ഇൻ ഇന്ത്യ, ഗ്ലോബലൈസേഷൻ സബാൾട്ടേൺ പെർസ്പെക്റ്റീവ്, കേരളത്തിലെ വികസന പ്രതിസന്ധി തുടങ്ങി ധാരാളം കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഈ ഒരു അധ്യായം, എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന് പറയുന്ന അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇരുട്ട് നിറഞ്ഞതായിരുന്നു കാലം, പേടി മാത്രം നൽകിയിരുന്ന സമുദായം, ജാതി പാണൻ, അച്ഛൻ അയ്യപ്പൻ, അമ്മ ചെറോണ. അവർ നിരക്ഷരരായിരുന്നു. എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം. അച്ഛൻ കന്നുപൂട്ടാൻ പോകും. കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്ന് മറ്റൊന്നിനെ ഊട്ടി വളർത്തി. ആ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ നമുക്ക് ഒരു വളരെ വ്യക്തമായ ഒരു ചിത്രം കിട്ടും. പാണൻ എന്ന സമുദായത്തിൽ ജനിച്ച ആളാണ്. ദാരിദ്ര്യമായിരുന്നു കൂട്ടുണ്ടായിരുന്നത്, അതിനോടൊപ്പം തന്നെ ജാതിയും. അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ, കീഴാളവർഗ മനുഷ്യരുടെ പ്രതിനിധിയാണ് അദ്ദേഹം. അവിടെ നിന്നാണ് അദ്ദേഹം ഗോൾഡ് മെഡലൊക്കെ വാങ്ങി യൂണിവേഴ്സിറ്റി ടോപ്പറായി വരുന്നത്. നമുക്കൊക്കെ പഠിക്കാൻ എന്തോരം സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവക്കുറിപ്പ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കടം വന്ന് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന് പറയുന്ന ഭാഗം. ഇത് എതിരിലെ ഒന്നാമത്തെ അധ്യായമാണ്.
വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. അറിവ് നേടി എന്താ പറയുക, അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചവർ പോലും കുഞ്ഞാമനെ ജാതിപ്പേര് വിളിച്ചാണ് സ്കൂളിൽ അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അധ്യാപകൻ ഒരിക്കലും കുഞ്ഞാമൻ പറയൂ എന്ന് പറയില്ലായിരുന്നു, പാണൻ പറയൂ എന്നാണ് പറഞ്ഞിരുന്നത് അത്രേ. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അധ്യാപകരാണ്, മറ്റുള്ളവർക്ക് ആകേണ്ടവരാണ്. അവരുടെ ഉള്ളിൽ കൂടിയുള്ള ആ ഒരു ജാതി ചിന്തയെയാണ് അതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിരന്തരം അപമാനിച്ച ഒരു അധ്യാപകനോട് ഇനി മേലിൽ തന്നെ ജാതിപ്പേര് വിളിക്കരുതെന്ന് സ്കൂൾ വിദ്യാർത്ഥിയായ കുഞ്ഞാമന് പറയേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ആ അധ്യാപകൻ വിദ്യാർത്ഥിയായിരുന്ന കുഞ്ഞാമൻ്റെ കരണത്തടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീയൊന്നും പഠിക്കാനല്ലല്ലോ വരുന്നത്, ഉപ്പുമാവിനല്ലേ, ഭക്ഷണം കഴിക്കാനല്ലേ എന്ന് പറയുന്നുണ്ട് അയാൾ. അപ്പോൾ വിശപ്പായിരുന്നു അക്കാലത്തെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവം. അപ്പോഴാണ് കുഞ്ഞാമനും ചിന്തിക്കുന്നത്, താൻ വരുന്നത് പഠിക്കാനല്ലല്ലോ, വിശപ്പ് മാറ്റാൻ തന്നെയല്ലേ, പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, പിന്നെ ആ അധ്യാപകൻ തന്നെ വന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് പഠിക്കണം എന്ന ഒരു ചിന്ത ഉള്ളിൽ വരുത്തുന്നത് ആ ഒരു സംഭവമാണ്. ഇനി കഴിക്കുന്നില്ല കഴിക്കാൻ മാത്രം വരുന്നു എന്ന പേര് വേണ്ട എന്ന് വിചാരിച്ച് പഠിക്കാൻ കൂടി വരുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. ഭക്ഷണം ഇല്ലെന്ന് മാത്രമല്ല, കിട്ടുന്ന ഭക്ഷണം എന്താ പറയുക, ഒരു അന്തസ്സിന് ചേരാത്ത വിധത്തിലാണ് കഴിക്കേണ്ടിയിരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കൂട്ടുകാരുടെ വീട്ടിൽ പോലും പലപ്പോഴും എന്തെങ്കിലും പരിപാടി ഉണ്ടാകും ഇലയെടുക്കാൻ പോയി ആ എച്ചിൽ കഴിക്കേണ്ടി വന്ന അനുഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ചെന്ന് കഴിച്ചിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഒപ്പം വരുന്നത് പട്ടിയാണെന്ന് പറയും. അപ്പോൾ ആ പട്ടിയോട് തനിക്ക് ദേഷ്യമല്ല, നിലത്ത് കുഴി കുഴിച്ച് അതിൽ കഞ്ഞി ഒഴിച്ചിട്ട് ആ കഞ്ഞി കുടിക്കുമ്പം ആട്ടി ഓടിക്കേണ്ടി വരുന്നത് ഒരു പട്ടിയെയാണ്. അപ്പോൾ ആ പട്ടി, നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വലിയ കാര്യം, ഇത് ഒരുപാട് മുന്നേ നടന്ന സംഭവമല്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് നടന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെ. അപ്പോൾ ആ പട്ടിയോട് എനിക്ക് ദേഷ്യമല്ല തോന്നിയത്, സഹാനുഭൂതിയാണ്, എന്നെപ്പോലെ വിശക്കുന്ന മറ്റൊരു ജീവി എന്ന സഹാനുഭൂതിയാണ് എന്ന് കുഞ്ഞാമൻ എഴുതുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മേൽജാതിക്കാരെന്ന് സ്വയം വിശേഷിപ്പിച്ചവരുടെ വീടുകളിൽ പോയി അവർ നൽകുന്ന ബാക്കിയായ ഭക്ഷണം, നമ്മളതിനെയാണ് എച്ചിൽ എന്ന് പറയുന്നത് അല്ലേ, തീർത്തും വൃത്തിശൂന്യമായ അവസ്ഥയിൽ കഴിക്കണമായിരുന്ന ഒരു കുട്ടി. എന്താണില്ലാത്തത് അവർക്ക്? പഠിക്കുന്നുണ്ട്. മനുഷ്യൻ നമ്മളെപ്പോലെ തന്നെയാണ്, കയ്യും കാലും കണ്ണും മൂക്കും മനസ്സും ഒക്കെയുള്ള മനുഷ്യരാണ്. ജാതി താഴ്ന്നതായിപ്പോയി എന്നതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയിരുന്നു എന്നതാണ് സ്കൂളിൽ പോകാനുള്ള ഏക പ്രചോദനമായിരുന്നത്. എന്നാൽ വിമോചനത്തിനുള്ള ഏക വഴി വിദ്യാഭ്യാസമാണെന്ന് കുഞ്ഞാമൻ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിയുന്നു. പട്ടിണി കിടന്നാലും പഠിക്കണമെന്ന വാശി അദ്ദേഹത്തിൽ വളർന്നു. ആ ഒരു അധ്യാപകൻ്റെ പ്രവൃത്തിയാണ് അത്തരത്തിലൊരു വാശി അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ബലത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളോടും പടപൊരുതി അദ്ദേഹം വിജയിച്ചു കയറി. ഇരയായി ഒടുങ്ങാതെ ജീവിതത്തിലുടനീളം എന്താ പറയുക, അല്ലെങ്കിൽ പലപ്പോഴും മനസ്സും അടുത്ത് പഠനം അവിടെ ഇട്ടുപോകും. പക്ഷേ അവിടെ ഇടാതെ തൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് കുഞ്ഞാമൻ്റെ ജീവിതത്തെ അനന്യമാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ടിസ്സിലെ പ്രൊഫസറും എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറും എല്ലാം ആയി മാറുന്ന ഒരാൾ. അപ്പം ജ്യോതി ബാഫുലെയും അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ ദളിതരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. വർണ്ണാശ്രമധർമ്മങ്ങൾ മോചനത്തിൻ്റെ എല്ലാ വഴികളും നിഷേധിക്കപ്പെട്ടവരാണ് ദളിതർ എന്ന് പറയുന്നത്. അവർക്കതിൽ നിന്ന് പുറത്തു കടന്ന് മനുഷ്യാന്തസ്സോടെ ജീവിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റേതാണ്. കുഞ്ഞാമൻ തൻ്റെ ജീവിതം കൊണ്ടാണ് ഇക്കാര്യത്തിന് അടിവരയിടുന്നത്. ഇതിൽ ഇഷ്ടംപോലെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന, നമ്മുടെ മനസ്സിലെ ചോദ്യചിഹ്നങ്ങളാകുന്ന, നമ്മുടെ ഹൃദയത്തോട് ചോദ്യം ചോദിക്കുന്ന, നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ സമൂഹത്തോട് ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. വിക്ടോറിയ കോളേജിലാണ് അദ്ദേഹം ഡിഗ്രി ചെയ്യുന്നത്. ആ സമയത്ത് റൂംമേറ്റ് ആരാണെന്ന് ചോദിക്കുന്ന ഒരു കുട്ടി ഇദ്ദേഹത്തിൻ്റെ റൂംമേറ്റിനോട് ഒരു പെൺകുട്ടി ചോദിക്കുന്നത് നിൻ്റെ റൂംമേറ്റ് ആരാ? അപ്പോൾ കുഞ്ഞാമനാണെന്ന് പറയുമ്പോൾ ദാറ്റ് ബെഗർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊന്നും പറയരുത്, അവൻ നല്ലതാണ് എന്ന് പറയുന്ന സമയത്ത് പറയുന്നത്, ആ കുഞ്ഞാമ്മ പറയുന്ന ആ കുട്ടി തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പിച്ചക്കാരൻ തന്നെയാണ്, എൻ്റെ മാതാപിതാക്കളും പിച്ചക്കാരാണ്, അതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ തൻ്റെ റാങ്കിനെ കുറിച്ച് പറയാൻ ചെല്ലുമ്പോൾ തന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ അച്ഛൻ ജോലി നോക്കുന്ന തറവാട്ടിൽ പോയി പറയുന്ന സമയത്ത് സഹോദരിയെപ്പോലെ അമ്മയെപ്പോലെയൊക്കെ സ്നേഹിച്ചിരുന്ന വീടിനടുത്തുള്ള ഉയർന്ന ജാതിക്കാരി കഞ്ഞി തരാം എന്ന് പറഞ്ഞാണ് വിളിച്ചത്. കഞ്ഞി വേണ്ട, വിശപ്പില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ കാഴ്ചപ്പാടാണത്. എത്ര വലിയ ആളായി കഴിഞ്ഞാലും, എത്ര എന്താ പറയുക റാങ്ക് മേടിച്ചാലും ഒക്കെ അത് നമ്മുടെ ഉള്ളിലുള്ളൊരു ബോധമുണ്ട്. പണ്ട് നിന്നിരുന്ന ആ ഒരു ലെവലിൽ തന്നെ അവരെ കാണുന്ന ആ ഒരു നമ്മുടെ മനസ്സിൻ്റെ ചിന്ത.
ആ ഒരു ഭാഗമാണ് അവിടെ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് 1-ാം റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നിയില്ല, കാരണം വയറ് വിശക്കുന്നവന് അഭിമാനമില്ല, ദരിദ്രർക്ക് അഭിമാനമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ദുരഭിമാനമാണ് എന്ന് പറയുന്നുണ്ട്. ഹെഗൽ എഴുതിയ ഒരു ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിൽ ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ എന്ന് പറയുന്നത് അത് ശരിയാണ് എന്നാണ് കുഞ്ഞാമൻ പറയുന്നത്. കാരണം എന്താ പറയുക, തലച്ചോറല്ല ശരീരത്തിൻ്റെ പ്രധാന അവയവം വയറാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവന് അഭിമാനം എന്നൊന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. റാങ്ക് തന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിച്ചിട്ടില്ല എന്നും ഒരു ചായക്ക് പോലും തന്നെ സഹായിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. കുറേ വേദന നൽകിയതല്ലാതെ സാമൂഹിക ജീവിതത്തിൽ പ്രസക്തമായത് ഇതൊന്നുമല്ല എന്നൊരു തോന്നലിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. സമൂഹം എന്ന് പറയുന്നത് നമ്മളൊക്കെയാണെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.